യെസ്, നമസ്കാരം. പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തകർത്തതിന് ശേഷം ഞങ്ങൾ പന്തോറയുടെ വാർ റൂമിലാണ്. ഞങ്ങൾ ഒരു പ്രത്യേക പരിപാടി ഞങ്ങളങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. വാർ റൂം. വാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, മത്സരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാർ. അപ്പം ഇത് വേറൊരു വാറാണ്. മത്സരത്തെക്കുറിച്ച് പെട്ടെന്ന് നമ്മൾ വിലയിരുത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രേക്ഷകർ എന്താണോ ഒരു ആരാധകൻ എന്നുള്ള നിലയിൽ നമ്മൾ ഈ മത്സരത്തെ കാണുന്നത്. സാങ്കേതികമായുള്ള വിലയിരുത്തൽ മാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹരി, ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ഹരിക്ക് തോന്നിയത് പറയാം. എന്താണ് ഇന്നത്തെ മത്സരത്തിൽ അണ്ണനെ കുറിച്ച് എന്താ വിചാരിച്ചത്? അല്ല, ഞാനിത് അണ്ണൻ ഇന്ന് കേറി നിറങ്ങും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. മനസ്സിലായി, അണ്ണന്റെ പവർ ഈ വേൾഡ് കപ്പിൽ മനസ്സിലാക്കി. തീർച്ചയായും 41 വയസ്സൊന്നും ഞങ്ങൾക്കൊരു വിഷയമുള്ള കേസല്ല. ഞാൻ പണ്ടേ പറഞ്ഞല്ലേ, ഒസീഞ്ഞോയുടെ കാര്യത്തില് പറഞ്ഞാല്. പക്ഷെ അണ്ണന്റെ കാര്യത്തില് മഹേഷിന് വേറെ നിലപാട്. അണ്ണന്റെ കാര്യത്തിൽ ഇന്ന് 6-ാം തമ്പുരാൻ എന്നുള്ള ടെക്സ്റ്റ് അടിച്ച് ക്ലിയർ ആക്കി വെച്ചതാരാ? നമ്മുടെ സ്പോർട്സ് ഡെസ്ക്. ആദ്യം നമ്മളാണ് അടിക്കുന്നത്. അണ്ണൻ നമ്മൾ മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ തയ്യാറായിരുന്നു. റൊണാൾഡോ ആദ്യ കളി കഴിഞ്ഞപ്പോ മഹേഷിന് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലായിരുന്നു. നിരാശ ഉണ്ടായിരുന്നു. നിരാശയിൽ നിന്ന് വന്ന ഒരു മഹേഷിനോട് ഇപ്പൊ റൊണാൾഡോ അന്ന് ചോദിക്കാൻ പോകുന്നതെന്ന് അറിയോ? നീയൊക്കെ ആരെയാടാ? പക്ഷെ മനോഹരമായിരുന്നു, ഇത് കുറെ കണ്ടത് മനോഹരമായിരുന്ന കളിയായിരുന്നു. ഇന്ന് എടുത്തു പറയാനുള്ളത് CR7ന്റെ തിരിച്ചുവരവ് തന്നെയാണ്. അതൊരു അല്ലേ, എന്താണ് ഷർഫ് ഭായ്? ഓൾറൗണ്ട് പെർഫോമൻസ് ആയിരുന്നു. കാരണം CR7 നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത്തരം ഒരു പെർഫോമൻസ് ആണ്. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പിലും അതിന് മുന്നത്തെ വേൾഡ് കപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ വേൾഡ് കപ്പിലും സമാനമായ രീതിയിൽ CR കൃത്യമായിട്ട് ബോൾ കൺട്രോൾ ചെയ്ത് കളിക്കുന്നു, ഫിനിഷ് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു, ടീം ഗെയിമിലേക്ക് വന്നു. അതായത് പോർച്ചുഗൽ അവരുടെ ഒരു ടീം ഗെയിം തിരിച്ച് പിടിച്ചിരിക്കുന്നു. അതുതന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ കാണാൻ കഴിഞ്ഞത്. യമാൽ ഫോമിലേക്ക് വന്നു, എംബാപ്പെ ഗോളടിച്ചു, പിന്നെ മെസ്സി നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് CR എവിടെ, വേറെ CR എന്നതിനുള്ള ഒരു ഉത്തരം നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ കണ്ടു. അപ്പോൾ ഇതോടുകൂടി മത്സരം ആകെ ആവേശമായി. വേൾഡ് കപ്പിൻ്റെ ഒരു വലിയൊരു തരംഗത്തിലേക്ക് വന്നു. CR കൂടി അതിലേക്ക് ഇൻക്ലൂഡായി. അതോടുകൂടി ഇതിൻ്റെ ഒരു വലിയൊരു പെർഫോമൻസ് ലെവലിൽ തന്നെ മാറിക്കഴിഞ്ഞു. ഇനി പോർച്ചുഗൽ ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞതോടുകൂടി ഇനി കളി മാറും, കഥ മാറും. ഓക്കെ, ഹരി ശ്വാസം അടക്കി പിടിച്ച് ഹൂസ്റ്റൺ എന്താ മറ്റേ ഇത് പറയില്ലേ, വാട്ട് പ്രഷർ. അതായത് ക്രിസ്ത്യാനോ മുന്നേ പറഞ്ഞിട്ടുണ്ട്, സമ്മർദ്ദത്തിലാണെങ്കിൽ ഞാൻ കൂടുതൽ പെർഫോം ചെയ്യുന്ന പറയില്ല. ഇപ്പൊ സമ്മർദ്ദത്തിലായി അദ്ദേഹം കാണിച്ചു എന്താണ് ക്രിസ്ത്യാനോയ്ക്ക് പാസ് ചെയ്യുന്നില്ല. ബ്രൂണോ പാസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ആ മൂന്നാമത്തെ ഗോളിന് ആരാ പാസ് ചെയ്തത്? ബ്രൂണോനെ പാസ് ചെയ്തേ. പിന്നെ ഫസ്റ്റ് ഗോളിന് ക്യാൻസലോന്റെ ക്രോസ്. ഓൾറൗണ്ട് പെർഫോമൻസ് ആയിരുന്നു. ഫസ്റ്റ് ഇന്റന്റ് എന്തായിരുന്നു? അറ്റാക്ക് ചെയ്യാന്നായിരുന്നു. ക്രിസ്ത്യാനോ അറ്റാക്ക് ചെയ്തു, ടീം ഒട്ടാക്ക് അറ്റാക്ക് ചെയ്തു, ഒരു ടീം വർക്ക്. പിന്നെ രണ്ടാമത്തെ ഗോളിന്റെ കാര്യം നമ്മൾ പറയുന്നുണ്ട്. രണ്ടാമത്തെ ഗോളിന് ആ ഒരു ഫ്രീ കിക്ക് വന്നപ്പോ നമ്മൾ വിചാരിച്ചു, അവിടെ സ്റ്റേഡിയത്തിലുള്ള എല്ലാവരും വിചാരിച്ചു, ഇവൻ ആ ഉസ്ബെക്കിസ്ഥാന്റെ ഗോൾ കീപ്പറും ഡിഫൻഡറും ഒക്കെ വിചാരിച്ചത് ക്രിസ്ത്യാനോ എടുക്കും. പക്ഷെ ഈ അടുത്ത് നമ്മൾ ക്രിസ്ത്യാനോ എടുക്കണം കാണുമ്പോൾ ക്രിസ്ത്യാനോ എടുക്കല്ലേ എന്നുള്ള തോന്നലുണ്ടായിരുന്നു. പക്ഷെ ആളെടുത്തില്ല. അവരൊക്കെ പറ്റിച്ച് ന്യൂനോ മെൻഡസിനെ കൊണ്ട് എടുപ്പിച്ച് അത് ഗോളാക്കി മാറ്റി. അപ്പൊ അത് ടീം ഗെയിമാണ്. ഒരു ടീം പെർഫോമൻസ് ആയിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഭാഗത്തു നിന്ന്. ഒരു ക്യാപ്റ്റൻസ് പെർഫോമൻസ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ 90 മിനിറ്റ് കളിക്കുകയും ചെയ്തു. ഒരു ഹാട്രിക്കിനുള്ള ചാൻസ് ഉണ്ടായിരുന്നു അവസാന നിമിഷം. യെസ്, അപ്പോ അതാണ് ക്രിസ്ത്യാനോ ഹാസ് അറൈവ്ഡ്. എനിക്കതിൽ തോന്നുന്നതേ, ഗോൾ അടിച്ച മൊമെന്റിനേക്കാൾ മികച്ച ഒരു മൊമെന്റ് ഏതാണെന്ന് അറിയാമോ? അങ്ങനെ ഒരു നിമിഷം ഉണ്ടായിരുന്നു. അത് ഗോളായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ലോകകപ്പ് കണ്ട ഇതുവരെ കണ്ട ഏറ്റവും മികച്ച ഗോളായേനെ. ഒരു ഫ്രീ കിക്ക് ബ്രൂണോ ചിപ്പ് ചെയ്ത് റൊണാൾഡോ, അതൊരു വല്ലാത്ത മൂവ്മെന്റ് ആണ്. കാരണം നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷിക്കുന്നില്ല. അതും ഈ പറഞ്ഞതുപോലെ CR7 അവിടെ നിൽക്കുന്നുണ്ട്, ബ്രൂണോ ഉണ്ട്, ഒപ്പം തന്നെ ന്യൂനോ മെൻഡസ് അവിടെ ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ ന്യൂനോ മെൻഡസ് വന്നതാണ്. അപ്പോൾ ഇത്തവണ ബ്രൂണോയെ കൊണ്ട് അടുപ്പിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ പുള്ളി അനായാസം ഞാൻ കണ്ടു. ഒരു ബോൾ ക്രോസിംഗ് വരുമ്പോൾ റൊണാൾഡോ അത് ചിപ്പ് ചെയ്ത് പോസ്റ്റിലേക്ക് ഇടുന്നുണ്ട്. ഒരു കിഡിലെ സാധനമാണ്. പക്ഷെ അത് ഗോൾ കീപ്പർ സേവ് ചെയ്തു. പക്ഷെ അതൊരു ഗംഭീര സ്ട്രൈക്കർ ബ്രില്യൻസ് ആയിരുന്നു. നേരത്തെ ന്യൂനോ മെൻഡസ് ഫ്രീ കിക്ക് അടിച്ചപ്പോൾ റൊണാൾഡോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് ബുദ്ധിപൂർവ്വം റൊണാൾഡോ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറെ ചാൻസുകൾ റൊണാൾഡോ ഉണ്ടാക്കി, പക്ഷെ ഹാട്രിക്കിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റിയില്ല. മത്സരം ഇങ്ങനെ കിടക്കല്ലേ. അണ്ണൻ തന്നെ അഞ്ചാമത്തെ ഗോളിന്റെ കാര്യത്തില് ലിയാവോ പിന്നിന്ന് വരുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ബ്രൂണോനെ അത് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ക്രിസ്ത്യാനോ ഫ്രണ്ടിക്ക് ഓടിയെങ്കിൽ ബ്രൂണോ അടിച്ചേനെന്നൊക്കെ പറഞ്ഞു. ഈ കളിയിൽ ആ ക്രോസ് വന്നപ്പോൾ ക്രിസ്ത്യാനോ ഫ്രണ്ടിലായിരുന്നു. പിന്നാലെ വന്ന് ലിയാവോ അത് എടുത്ത് പന്ത് ഗോളാക്കി ചെയ്തു. അപ്പോൾ ഒരു സ്ട്രൈക്കർ പെർഫോമൻസ്, അദ്ദേഹം ആ റണ്ണുകൾ നടത്തുന്നു.
അപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ എന്തായിരുന്നു വിമർശകർക്ക് ഒരു മറുപടിയാണ് ഈ ഒരു മത്സരത്തിൽ കണ്ടത്? പിന്നെ ജാ ഫെലിക്സിന്റെ ഒരു പ്രകടനം നമ്മളിന്ന് എടുത്തു പറയണം. കാരണം ജാ ഫെലിക്സ് ഇന്ന് ടീമിലേക്ക് ഇൻക്ലൂഡ് ആയതിനു ശേഷം ഈ ക്രിസ്ത്യാനുമായിട്ട് നല്ല ലിങ്ക് പ്ലേ നമ്മൾ കണ്ടു. കാരണം അൽ നസറിൽ ഇവർ ഒരുമിച്ച് കളിക്കുന്നതാണ്. ആ ഒരേ പെർഫോമൻസ് നമുക്ക് ഈ കുറച്ച് അരമണിക്കൂറിലധികം നമ്മൾ കളിയിൽ ഉടനീളം അതൊരു പെർഫോമൻസ് കണ്ടു. അത്തരത്തിൽ CR ബാക്കിയുള്ള പ്ലേയേഴ്സുമായിട്ട് നല്ല രീതിയിൽ ലിങ്കപ്പ് ചെയ്തിട്ട് കഴിഞ്ഞ മത്സരം നമ്മൾ കോങ്കോക്കെതിരെ കാണാത്ത പല മുഹൂർത്തങ്ങളും ഇന്നത്തെ മത്സരത്തിൽ കണ്ടു. അതുകൊണ്ട് തന്നെ അവർ ടീമിലേക്ക് റോബർട്ടോ മാർട്ടിനസ് ആ ടീമിനെ വലിയ രീതിയിൽ മാറ്റം വരുത്തി നല്ലൊരു ടീം ആയിട്ട് ബിൽഡ് ചെയ്തെടുത്തു എന്നുള്ളതിൻ്റെ ഒരു മികച്ചൊരു മത്സരമായിരുന്നു ഇന്ന് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ CR7 തിരിച്ചുവരവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ 24 മണിക്കൂർ കഴിഞ്ഞ 24 മണിക്കൂർ ഈ ലോകകപ്പിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്താണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇടയ്ക്കിടെ. അതായത് നമ്മൾ നോക്കണം, ലയണൽ മെസ്സി ഇരട്ട ഗോൾ അടിച്ചിട്ട് 24 മണിക്കൂർ തികയും മുൻപ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരട്ട ഗോൾ അടിക്കുകയാണ്. അതായത് 2 ലെജൻസ് അവരുടെ പറയും. അതിന് പിന്നാലെ ലെജൻസ് അതിനിടയിൽ എംബാപ്പയും ലെജൻസ്, അതെ, ഹാളണ്ടും ഡബിളാന്ന് കേട്ടില്ല. നമ്മള് ഇവിടെ നിൽക്കും കുമ്പിടി, നമ്മളിവിടെ നിൽക്കുന്ന നമ്മളെ നൗഫൽക്ക അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടുന്നു, ഡബിളാന്ന് പറഞ്ഞിട്ട് ഇവരുടെ പേര് മുഴുവൻ വന്നിട്ട്. അപ്പോൾ പക്ഷേ ഇന്നത്തെ ദിവസം CR7 ആരാധകരെയും കൂടെ തൃപ്തിപ്പെടുത്താൻ ശരിക്കും പറ്റിയല്ലേ? ഒരു ആരാധകർക്ക് എല്ലാ ആരാധകരും ഇപ്പം നമ്മളിപ്പം CR7 ആരാധകർ മാത്രമല്ല, മെസ്സിയുടെ, യമാലിൻ്റെ, എംബാപ്പയുടെ, ഫ്രാൻസ്, സ്പെയിൻ എല്ലാവരും കഴിഞ്ഞ റൗണ്ടിൽ നിരാശപ്പെടുത്തിയ സ്പെയിൻ, നെതർലാൻഡ്സ്, ഇപ്പോൾ പോർച്ചുഗൽ, 3 ടീമും മത്സരത്തിലേക്ക് ശക്തമായി വന്നിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വേൾഡ് കപ്പിൻ്റെ ഒരു വലിയ മാറ്റമായിട്ട് തോന്നുന്നത്. എല്ലാവരും കളിക്കുന്നുണ്ട്, ഗോൾ അടിക്കുന്നുണ്ട്, വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ ഈ ചില വിമർശനങ്ങൾ കണ്ടു, പെട്ടെന്ന് ഈ മട്ടാണെങ്കിൽ പെട്ടെന്ന് സൗദിയിലേക്ക് അണ്ണം പറയാണ് ഉടനെ ഒന്നും പോവാൻ പ്ലാനില്ല, മറ്റേ അച്ചാറ് കുപ്പി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബ്രൂണോ എന്ന് വിളിക്കുന്നത് ബ്രൂണോ കേട്ടെന്ന് തോന്നുന്നു. കറക്റ്റ് ബ്രൂണോ കൊടുത്തു, കറക്റ്റ് ബ്രൂണോ പന്ത് കൊടുത്തു. പക്ഷെ നമ്മൾ ആഘോഷിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഒരു വിമർശനം പോർച്ചുഗൽ ടീമിനെ കുറിച്ച് പറയാനുണ്ട്. അവരുടെ പ്രതിരോധത്തിൽ ഇന്നും നമ്മൾ വിള്ളൽ കണ്ടു. അപ്പൊ പക്ഷേ റൂബൻ ഡയസ് വരുമ്പം ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾ മാറി എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും അവിടെ ചില പ്രശ്നങ്ങൾ, അതും വിങ്ങുകളിലൂടെ അല്ല, സെൻട്രൽ കൂടെ തന്നെ. എന്തായിരിക്കും റോബർട്ടോ മാർട്ടിനസിന് വേറൊരു ഓപ്ഷൻ ഉണ്ടാവുക? എനിക്ക് പ്ലെയർ അവിടെ ഡിഫൻസിലുണ്ട്, ഡിഫൻഡറായിട്ട് സബിലുണ്ട്. ആ പ്ലെയർ ഒക്കെ വന്നേക്കാം. ഇനിയും മത്സരങ്ങളുണ്ട് ഇദ്ദേഹത്തിന്. ഇപ്പൊ ഇനി എനിക്ക് തോന്നുന്നു ഒരു മത്സരം കൂടി ഉണ്ട് ട്രൈ ചെയ്ത് നോക്കാൻ. പക്ഷെ കൊളംബിയാണെന്നുള്ളൊരു സംഭവമുണ്ട്. ഇവരുടെ ഗ്രൂപ്പിലെ ഏറ്റവും ശക്തരായ ഒപ്പോണന്റ് ആണ് കൊളംബിയാണ്. പക്ഷെ വേണമെങ്കിൽ ഇനി ഒരു പരീക്ഷണമൊക്കെ നടത്തി നോക്കാം. ആ ഒരു മത്സരത്തിലൊരു ചേഞ്ച് ഒക്കെ വരുത്തി നോക്കാൻ പറ്റും. അപ്പോൾ ഇന്നിപ്പം നമ്മളെ വാർ റൂമിൽ ഇന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് തല്ലുണ്ടാക്കേണ്ടി വന്നില്ല. കാരണം എല്ലാവരും മെസ്സി ഗോൾ അടിച്ചുകൊണ്ട് തന്നെ റോണോ ഗോൾ അടിക്കേണ്ടത് നമ്മുടെ കൂടെ ആവശ്യം. ഇനിയിപ്പോ ഹരിഗോവിന്ദിന്റെ ആവശ്യം എന്താണെന്നറിയോ? അല്ലല്ല, അതാണ് ഇനി ഞങ്ങള് നമ്മളെ സംബന്ധിച്ചിടത്തോളം മെസ്സി വന്നു, പ്രൂവ് ചെയ്തു. ഇപ്പൊ CR7 വിമർശിച്ചു, CR7 പ്രൂവ് ചെയ്തു. സുൽത്താൻ ചെയ്യാൻ ഇനി ഒന്നുമില്ല. സ്കോട്ട്ലൻഡിനെതിരെ നെയ്മർ ഗോൾ അടിക്കോ? സംശയം നമ്മൾ ആദ്യ പകുതിയിൽ ഇറങ്ങുമെന്ന് സംശയമുണ്ട്. പക്ഷെ ഇറങ്ങി കഴിഞ്ഞാൽ കളി മാറും. നെയ്മർ വേറെ ലെവലാണ്. നെയ്മറും വരും ഈ ട്രാക്കില്. ഞാൻ പറയട്ടെ, മെസ്സി ഫാൻസ് ഉണ്ടാവും, റൊണാൾഡോ ഫാൻസ് ഉണ്ടാവും. പക്ഷെ എല്ലാവരും ഫുട്ബോൾ കളിക്കുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും നെയ്മറിനെ പോലെ കളിക്കാൻ ആഗ്രഹിച്ചവരായിരിക്കും. തീർച്ചയായും. അപ്പൊ സുൽത്താന്റെ കാലമാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പൊ ഇനി അങ്ങോട്ട് സുൽത്താൻ നിറഞ്ഞാടാൻ പോവാ. മത്സരത്തിന്റെ ക്ഷീണം അങ്ങോട്ട് ഞങ്ങൾ തീർക്കും. ഇതൊക്കെ ടിവിയിൽ വരുന്നതാട്ടോ. സുൽത്താൻ ഫാൻസ് അതിന് മറുപടി തരും. ഞങ്ങള് വളരെ സത്യസന്ധമായിട്ട് പറയാം, ഞങ്ങൾ ഈ ഫ്ലോറിലിരിക്കുന്ന ആളുകൾ ഇത് ബ്രസീലാണ്, കൊടിയ ബ്രസീലാണ്, കുറച്ച് മഞ്ഞ കൂടിയ മറ്റേ നീലരക്തമുള്ള അർജന്റീനയാണ്, ഇത് സ്പെയിനാണ്. ആദ്യ ദിവസം നമ്മളെ വിഷമിച്ചു പോയ ആളാണ് ഞങ്ങൾ. ഇർഫാനുണ്ട് ബാക്കിൽ. അപ്പൊ ബ്രസീലുകാരെ പടയാണ് എന്റെ പുറകിൽ. അപ്പൊ അതെ, അപ്പൊ ഞങ്ങള് തൽക്കാലം അല്ലേ നമുക്ക് അവസാനിപ്പിക്കാം. കാരണം വാർ റൂമിന്റെ പ്രത്യേകത അതാണ്, ഞങ്ങൾ എന്തും പറയും ഫുട്ബോളിനെ കുറിച്ച്, കളി വിലയിരുത്തും, അതോടൊപ്പം തന്നെ
ഞങ്ങൾ തമ്മിലും ഫൈറ്റ് ഉണ്ടല്ലോ. അപ്പൊ വീണ്ടും ഒരു അടുത്ത മത്സരവുമായി, ഒരു വീറുറ്റ പോരാട്ടവുമായി നമുക്ക് വീണ്ടും കാണാം. ഒരു കാര്യം കൂടെ പറയാം, അണ്ണൻ വന്നിട്ടേന്ന് CR7 സുമ്മാ വാ.